ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാൻ മീൻ കറിയുടെ രുചിയിലുള്ള നല്ലൊരു വെജിറ്റബിൾ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമുക്ക് മീൻ കറിയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി. പച്ചയ്ക്ക് തേങ്ങ അരച്ച് മീൻ കറി വയ്ക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചൗചൗ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണത് തയ്യാറാക്കണമെന്ന് നോക്കണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. അപ്പോൾ നമ്മുടെ ഈ ചൗചൗ കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ചൗചൗ എടുത്ത് തോലൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി രണ്ടായിട്ട് കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു തക്കാളിയുടെ ആവശ്യമുണ്ട്, അതിപ്പോൾ നമ്മൾ ചേർക്കില്ല. ഈ വെജിറ്റബിൾസിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വെള്ളം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരല്പം ഉപ്പും വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പാത്രം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഇതാണ് ചൗചൗ. പിന്നെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അതിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുവിയതും, ഒരു ചെറിയ ഉള്ളിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. നമ്മളൊരു 2 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി ചേർത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് തെരുതെരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മഷി പോലെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരല്പം തെരുതെരുപ്പായിട്ടുള്ള അരപ്പായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചൗചൗ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇത് നോക്കി ചൗചൗവും ഉള്ളിയും പച്ചമുളകും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കണം. ഇതേ നോക്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തരുതരപ്പായിട്ട് തന്നെ അരയ്ക്കാൻ നോക്കാം. എങ്കിലേ നമ്മുടെ കറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർക്കുന്ന സമയത്തിൽ മാത്രം തക്കാളി ചേർത്താൽ മതിയാവും. ഇല്ലെങ്കിൽ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. അത് മുഴുവനും നമുക്ക് ആവശ്യമുള്ള അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം മാത്രം ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ കറി തയ്യാറായി കിട്ടും കേട്ടോ. അതേ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ശരിക്കും നല്ലൊരു മീൻ കറി കൂട്ടി കഴിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. ഇനിയിപ്പോൾ ഈ കറീൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടും ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു അല്പം പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരല്പം ഉപ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിപ്പോൾ നോക്കി നല്ല മീൻ കറിയുടെ ടേസ്റ്റുള്ള ഒരു ചൗചൗ കറി തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനൊരു താളിപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് നന്നായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ ഉലുവ മണത്തിന് വേണ്ടിയിട്ട് മാത്രം. ഈ ഉലുവയും കടുകും ഒക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്കൊരല്പം ചുമന്ന മുളക് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ചെറിയ മുളകാണ് എൻ്റെ കയ്യിലുള്ളത്. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നു. വലിയ മുളകാണെങ്കിൽ ഒന്ന് പിച്ചിയിട്ടോളൂ കേട്ടോ. പിന്നെ ഒരല്പം ഫ്രഷ് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ താളിപ്പ് ഇത് തയ്യാറായിട്ടുണ്ട്. ഈ താളിപ്പും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ഈ താളിപ്പ് നമുക്ക് നമ്മുടെ തയ്യാറായിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നോക്കി ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ താളിപ്പൊക്കെ കറീൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് എത്തുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ ഈ താളിപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണം കറിയും ഉള്ളിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം നമുക്കൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാന്നുള്ളതാണ്. ഇത് നോക്കി നല്ല ടേസ്റ്റിൽ ഒരു മീൻ കറീൻ്റെ ടേസ്റ്റിൽ ഒരു നല്ല വെജിറ്റബിൾ കറി തയ്യാറായിട്ടുണ്ട്. പെട്ടെന്നൊരു നോൺ വെജ് കഴിക്കണമെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പച്ചയ്ക്ക് തേങ്ങ അരച്ച് കറി തയ്യാറാക്കാറല്ലേ മീൻ കറി, അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാവുക ഈ കറി. നിങ്ങളും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള. ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.